ഇത് കണ്ടോ, ഇന്ത്യൻ റെയിൽവേയുടെ ടോയ്ലറ്റിൽ നിന്നും തീപ്പൊരി പാറുന്ന ഇന്ത്യൻ റെയിൽവേ ടോയ്ലറ്റ്സ്. കണ്ടികൾ പുറത്തു വരുന്ന മുമ്പേ കരിച്ചു കളയുന്ന പുതിയ ടെക്നോളജിയുമായി ഇന്ത്യൻ റെയിൽവേ ഇതാ വന്നിരിക്കുകയാണ്. ആരും പേടിക്കേണ്ട, കുണ്ടിക്കോ ചന്തിക്കോ ഒന്നും സംഭവിക്കുകയില്ല. പുറത്തേക്ക് വരുന്ന കണ്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ലേസർ രശ്മികളാണ് നമ്മൾ ഈ കാണുന്നത്. ലേസറല്ല, മറ്റെന്തോ ടെക്നോളജിയാണ്, എനിക്ക് തെറ്റിപ്പോയതാണ്, സോറി. ഇത് ഗ്യാസ് ആണെന്ന് തോന്നുന്നു. ഈ തീട്ടമാണല്ലോ, അപ്പോൾ തീട്ടത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എന്തോ ഗ്യാസിൽ നിന്നുമാണ് ഈ തീപ്പൊരി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ ഈ പറയുന്ന പോലെ ഗ്യാസ് സ്റ്റവ് ഒക്കെ കത്തുന്ന പോലെ തന്നെ ഇച്ചിരി പൊട്ടിച്ച് കത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആധുനിക ടെക്നോളജി ആയതുകൊണ്ട് കുണ്ടിക്ക് കേടില്ലാത്ത രീതിയിൽ കണ്ടികൾ മാത്രം കരിക്കുവാനാണ് ഈ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയാണ് ഇതാദ്യമായി പുറത്തുവിട്ടിട്ടുള്ളത്. ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അമേരിക്ക ശ്രമിച്ചിട്ട് നടന്നില്ല. കാരണം അമേരിക്കയിലുള്ള തീട്ടങ്ങളിൽ പ്ലൂട്ടോണിയം കുറവാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ പ്ലൂട്ടോണിയം ആവശ്യത്തിനുള്ള തീട്ടങ്ങൾ തൂറുന്ന നാട്ടുകാരൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പ്ലൂട്ടോണിയമുള്ള തീട്ടങ്ങൾ പ്രത്യേകം ശേഖരിച്ച് വെച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ രീതിയിൽ ഒരു ക്ലോസറ്റ് മാറ്റാൻ സാധിച്ചത്. ചൈനയിലേക്ക് ഇന്ത്യയിൽ നിന്നും ഇവിടെ പ്ലൂട്ടോണിയമുള്ള തീട്ടം കടത്തിവിടുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വാർത്താ മാധ്യമങ്ങൾ അറിഞ്ഞത്. റീസെൻറ്റ് സ്റ്റഡി സേസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലോസറ്റ് തൂറാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഇത് വന്ദേ ഭാരത് അല്ല, ഇത് ഏതാണ് ട്രെയിൻ, അതിൻ്റെ പേര് വന്ദേ ക്ലോസറ്റ് എന്തോ അതെനിക്ക് മനസ്സിലായില്ല, ഏത് ട്രെയിനാണെന്ന് മനസ്സിലായില്ല. പുതിയ ട്രെയിനിനകത്തേക്ക് ഇങ്ങനത്തെ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും പറയാനില്ല. വളരെ നല്ല കാര്യമാണ്. കുണ്ടി കഴുകേണ്ട ആവശ്യം വരുന്നില്ല. തൂറി എഴുന്നേറ്റ് പോകാം. കാരണം കണ്ടി തന്നെ കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ കുണ്ടി കഴുകണ്ട. ട്രെയിനിലെ ആ ബുദ്ധിമുട്ടും മാറിക്കിട്ടി. ഇനി നാറ്റം ഉണ്ടാകത്തില്ല. ഏറ്റവും ക്ലീനായിട്ട് കിടക്കും. വെള്ളത്തിൻ്റെ ആവശ്യം ഇതിനകത്ത് സ്റ്റോറേജ് വെള്ളം വേണ്ടി വരുന്നില്ല. അങ്ങനെ കണ്ടികൾ അപ്പോൾ തന്നെ കരിഞ്ഞു പോകുന്നു. അതുമാത്രമല്ല, കുറച്ച് കണ്ടികൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ചില പ്രത്യേക ഗ്രൂപ്പുകളുള്ള ആളുകളുടെ കണ്ടികൾ മാത്രമേ ശേഖരിക്കുന്നുള്ളൂ. കാരണം പ്ലൂട്ടോണിയമുള്ള കണ്ടികൾക്ക് മാത്രമേ ഇത്തരം തീ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള കണ്ടികൾ കരിച്ച് കളയുന്നതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഫ്ലഷ്, കുണ്ടി കഴുകാൻ വെള്ളം, ഇതൊന്നും ആവശ്യമില്ല. പിന്നെ അതുമല്ല, കുണ്ടിക്ക് രോമമുണ്ടെങ്കിൽ അതും കരിച്ച് കളയുന്നതായിരിക്കും. അതുകൊണ്ട് കുണ്ടി നല്ല വൃത്തിയായിട്ടിരിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ സ്വച്ഛ് കുണ്ടി ഭാരത് എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതിയും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നാട്ടിലെ എല്ലാവരുടെയും കുണ്ടികൾ വൃത്തിയാക്കും. ആർക്കേലും കുണ്ടിക്കകത്തൊന്ന് വല്ല പൂട വെടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി പുറത്ത് തന്നെ ഒന്ന് നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. നേരെ ഈ ട്രെയിനിൽ കയറി തൂറാനിരുന്നാൽ മതി.